ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ്. ASPTയിലെ ഏറ്റവും ഭയാനകമായ 2 രോഗാവസ്ഥകളാണ് സൈക്കോപാത്തും സോഷ്യോപാത്തും. സോഷ്യോപാത്തുകൾ അവരുടെ ഇരകളെ വളരെ പൈശാചികമായാണ് ആക്രമിച്ച് കൊല ചെയ്യാറ്. ഇവർ ഇവരുടെ ഫീലിങ്സിന് മാത്രം പ്രാധാന്യം നൽകുന്നു. ഈ രോഗാവസ്ഥയുടെ പ്രധാന കാരണങ്ങൾ അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ, ഒറ്റപ്പെടലുകൾ, ലൈംഗിക പ്രശ്നങ്ങളും ലൈംഗിക ചൂഷണങ്ങളും ശാരീരിക പ്രശ്നങ്ങളും കാരണം ഇവർ ഉത്കണ്ഠയുടെയും വിഷാദരോഗത്തിനും അടിമപ്പെടുന്നു. അത് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ തലച്ചോറിൽ നടക്കുന്ന രാസവ്യതിയാനങ്ങൾ കാരണം അവർ അക്രമാസക്തരായതിൽ ആനന്ദം കണ്ടെത്തുന്നു. ചിലർ അവർ വായിച്ചതോ കേട്ടതോ കണ്ടതോ ആയ വ്യക്തിത്വം സ്വീകരിച്ച് മറ്റുള്ളവരിൽ നിന്ന് അത് മറച്ചുവെച്ച് ജീവിക്കുന്നു. മോളെ നോക്ക്, എന്തു മോളെ സാരമില്ല, അത് എടുക്കുന്നത് കാണുന്നില്ലേ? ഡാ, നിന്നോട് ഞാൻ അപ്പളേ പറഞ്ഞല്ലേ ഇങ്ങനത്തെ സ്ഥലത്ത് ബന്ധം വേണ്ടാന്ന്. വാ ഇങ്ങോട്ട്, സമാധാനമായില്ലേ എനിക്ക്? വാ ഇങ്ങോട്ട്. ഈ ജന്തുവിനോട് ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെയുള്ള നേരത്തെ എഴുന്നള്ളണ്ടാന്ന്. സമാധാനായില്ലേ? ആണും പെണ്ണും കെട്ട ജന്തു, നിനക്ക് പോയി ചത്തൂടെ? എന്നെ മാത്രം എന്താ ആരും മനസ്സിലാക്കാത്ത? എൻ്റെ ഫീലിങ്സിന് യാതൊരു വിലയും ആരും തരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനല്ല അവളെ യഥാർത്ഥത്തിൽ ഏട്ടൻ. അച്ഛമ്മയല്ലേ പറയാറ്, ഭഗവാൻ ഇഷ്ടപ്പെട്ടവരെ ഭഗവാന്റെ രൂപത്തിൽ സൃഷ്ടിച്ചു. എന്നിട്ടെന്തേ ഭഗവാൻ ഒരു നീതിയും എനിക്കൊരു നീതിയും? അങ്ങേരോട് ചോദിച്ചു നോക്ക്, എനിക്ക് ആദ്യമായിട്ട് ഒരു സ്ത്രീയെ തന്നത് എന്തിനാണ്? ഇതൊക്കെ കാണാൻ നല്ല രസമല്ലേ? ചിരിച്ചോ? ഇതെല്ലാം ഒരു പരിശ്രമാണെന്നല്ലേ പറയാറ്. ഇത് മൂപ്പർക്കൊരു രസമാണ്. ചിലപ്പോൾ അച്ഛമ്മ പറയാത്ത കഥകളിൽ മൂപ്പരും അനുഭവിച്ച് കാണും. തളരൂല ഞാൻ, ആണായി ജീവിച്ച് കാണിക്കും ഞാൻ. ഹരേ, അവിടെ അമ്പല കമ്മിറ്റിക്കാർ ഭയങ്കര പ്രശ്നമാടാ. കഴിഞ്ഞ പ്രാവശ്യത്തെ വരവ് ചെലവ് കണക്കൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നം. എടാ, ഞാൻ നിന്നെ കുറേ സമയമായി ശ്രദ്ധിക്കുന്നത്. നീ ഇവിടെയൊന്നും അല്ലേടാ? ഒന്നുമില്ല. എടാ, എന്നെ നിനക്കും നിന്നെ എനിക്കും നന്നായിട്ടറിയാം. പിന്നെ എന്തുവാടാ പ്രശ്നം? പറയടാ. എന്താണെന്നറിയില്ല, മനസ്സ് കൈവിട്ടു പോണു. എല്ലാം തെറ്റാണെന്നൊരു തോന്നൽ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണോ നിന്റെ പ്രശ്നം? അതെനിക്ക് പ്രശ്നമല്ല. തെറ്റ് കണ്ടാൽ ഇനിയും പ്രതികരിക്കും. എൻ്റെ ചെറുപ്പത്തിൽ നാരായണച്ചൻ കയ്യിൽ വെച്ചതാണ് ആ കൊടി. പെറ്റമ്മ തരാത്തത് ആ പാർട്ടിയും അദ്ദേഹവും എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ എന്ത് മാങ്ങാത്തോലിയാടാ? ശീതളിന് നല്ലൊരു ആലോചന വന്നതാ. കുറച്ച് പ്രശ്നങ്ങളുമായിട്ടാണ് അവർ പോയത്. പിന്നെ എന്തുവാടാ പ്രശ്നം? എന്ത് പ്രശ്നം? ശിവൻ തന്നെ. എല്ലാം ശരിയായി വന്നതാ. അപ്പോഴാ ശിവൻ കയറി വന്നത്. ഇപ്പൊ ആങ്ങളായിട്ട് പരിചയപ്പെടാം, പിന്നെ പെങ്ങളാവോ? ഇങ്ങനെ കുറെ എണ്ണമുണ്ട് മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാതെ ഭയങ്കര തമാശയാണെന്ന വിചാരം. ആട്ടിച്ച് കാരണക്കുറ്റി പൊട്ടിക്കാണ് വേണ്ടത്. ശിവൻ തന്നെ അതിന് തക്ക മറുപടി കൊടുത്തു. അതുകൊണ്ടൊന്നും പറയാതെ അവരിറങ്ങിപ്പോയി. അത് ശീതളിന് വലിയ വിഷമമായി. പിന്നെ എൻ്റെ നിയന്ത്രണം വിട്ടു. ഞാൻ അവനെ തല്ലി. സാരമില്ലടാ, അവന് നിന്നെ അറിയാമല്ലോ. മറ്റാരെക്കാളും ശിവനെ എനിക്കും അറിയാമടാ. അവർക്ക് വേണ്ടിയല്ലേ ഞാനും ദേവിയും നീണ്ട 15 വർഷം കാത്തിരുന്നത്. ഞാൻ ഇന്ന് അവനോട് പോയി ചാവാനും പറഞ്ഞു. എൻ്റെ കുട്ടിക്കത് നൊന്ത് കാണും. സാരമില്ലടാ, പോട്ടെ. അല്ലേലും നിനക്കിപ്പോൾ അവനോട് ദേഷ്യം കുറച്ച് കൂടുതലാ. ശരിയാ, ആദ്യമൊക്കെ ഞാൻ അഭിനയിച്ചതാണ്. പിന്നെ അവനെ കാണുമ്പോഴൊക്കെ ചൊറിഞ്ഞു വരും. എന്താണെന്നറിയില്ല, എല്ലാവരോടുള്ള ദേഷ്യം ഞാൻ അവനോടാണ് തീർക്കുന്നത്. ശിവനോടുള്ള നിന്റെ മനോഭാവം മാറ്റുന്നത് നന്നായിരിക്കും.
അവൻ്റെ വിഷമങ്ങൾ പറയാൻ ആരുമില്ലാത്തത് നീ മറക്കണ്ട. പിന്നെ ചെറുപ്പത്തിൽ വന്ന അപസ്മാരത്തിൻ്റെ പേര് പറഞ്ഞ് അകത്തിട്ട് പൂട്ടി വളർത്തിയതാ. ശിവൻ എന്തോ ആടാ പ്രശ്നം? നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിനല്ലേ പ്രശ്നം? 90% പുരുഷന്മാരിലും ഒരു സ്ത്രീ ഒളിഞ്ഞു കിടപ്പുണ്ട്. സൂക്ഷിച്ചു നോക്കിയാൽ നിന്നിലുമുണ്ട് എന്നിലുമുണ്ട്. അവന് കുറച്ച് ചേഷ്ടകൾ ഉണ്ടെന്നേ ഉള്ളൂ. നിനക്കെന്ത് വേണമെങ്കിലും പറയാം, അനുഭവിക്കുന്നവർക്കല്ലേ അറിയൂ. സോറി. എന്തിനാ നീ ദേഷ്യപ്പെടുന്നത്? ഞാൻ ഇത് എന്തെങ്കിലും ചെയ്തോ? എന്താ പ്രശ്നം? ഇവിടെ തൊട്ടതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ഇവിടെ ഒച്ചുണ്ടാക്കി. നിന്റെ എന്തിനാ ചൂടാന്നേ? എന്നെ തൊടുന്നത് എനിക്ക് ഇഷ്ടല്ല. രണ്ടിനും പഠിക്കാനൊന്നുമില്ലേ? പോയി പഠിച്ചേ. സമയം കിട്ടുമ്പോഴേക്കും ഇങ്ങനെ കളിച്ച് നടന്നാ മതി. ശിവ, നീ എന്നവിടെ ഇരുന്നേ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം. അരിയേട്ട സംസാരിച്ചാൽ ശരിയാവില്ല എന്നാ പറയുന്നത്. ശീതളിന് ഒരു കൂട്ടര് പെണ്ണ് കാണാൻ വരുന്നുണ്ട്. നീ 2 ദിവസം ഒന്ന് മാറിക്ക്. അവൾക്ക് പ്രായം കൂടി വരില്ലേ. ഒരു സ്ത്രീയുടെ വിവാഹം, അതിനുശേഷമുള്ള ജീവിതമൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ നിറഞ്ഞതാ. അതൊന്നും ഇല്ലാതാവുമ്പോഴുള്ള മാനസികാവസ്ഥ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒന്നെങ്കിൽ ഞാൻ ആരുടെയും കൂടി ഇറങ്ങിപ്പോണോ അതോ മരിക്കണോ? പറഞ്ഞാൽ മതി. എനിക്ക് വയ്യ എല്ലാരും മുമ്പിൽ ഉടുത്തുറങ്ങി നാണങ്ങള് മടുത്തു. അടങ്ങ് ശീതളെ, ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. എന്ത് സംസാരിക്കാൻ? എപ്പോഴും സംസാരിക്കുന്നതല്ലേ. മനുഷ്യനെ നാണം കെടുത്തി അടങ്ങും. അടങ്ങ് ശീതളെ, ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. അരിയേട്ടൻ ഇല്ലാത്തത് നന്നായി. നീയൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എത്ര പറയാനാണ് വന്നത്? കുറച്ചു ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും പോവാണ്. ചിലപ്പോ അറിയൂല. ശീതളിന് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. ഇവിടെ ഞാനുണ്ടെങ്കിൽ അത് ചിലപ്പോൾ മുടങ്ങിപ്പോകുന്ന ദേവടുത്തി പറഞ്ഞു. നിനക്കറിയാലോ, എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് അവളുടെ കല്യാണം. ഞാനറിയാതെ അവിടേക്ക് പോവും.
നിനക്കും എന്നെ മടുത്തോ? എല്ലാവർക്കും എളുപ്പം മടുക്കുന്നൊരു ശാപം പിടിച്ച ജന്മല്ലേ. ആ പോകുന്ന നേരക്ക് ബാങ്കിലെ മാനേജർന്ന വിചാരം. സ്വന്തം നാട്ടുകാരെന്നുള്ള ഭാവം പോലുമില്ല. എന്ത് ജാടയാ തെണ്ടിക്ക്. എവിടേക്കാ ശിവ? ബാഗൊക്കെ ഉണ്ടല്ലോ. എന്തേ? ഞാനൊരു യാത്ര പോവാണ്. വല്ല ഓപ്പറേഷനോ മറ്റോ പോവാണോ? നിങ്ങൾക്കാരെയും പിന്നെ പേടിക്കണ്ടല്ലോ അല്ലേ? പോയിട്ട് വന്നിട്ട് എന്നെ ഒന്ന് കാണണേ. ഞാനിതുവരെ ഒന്നും കണ്ടിട്ടില്ലാന്ന്. എനിക്കിഷ്ടമായി ഞാൻ നിന്നെ കെട്ടാടാ. സത്യമായിട്ടും കെട്ടാടാ. അതേടാ, ഞാൻ ഒരു ഓപ്പറേഷന് പോവാ. വന്നിട്ട് നിന്നെ കാണണോ അതോ നിന്റെ തന്തേനെ കാണിക്കണോ എന്ന് ഞാൻ തീരുമാനിക്കും. അങ്ങേർക്ക് പണ്ടേ എന്നെ കാണുമ്പോൾ ഒരു ചൊറിച്ചിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്തയാണോ മോനാണോ എന്ന് തീരുമാനിക്കും. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഒന്ന് പോടാ. തന്തേൻ്റെ ഗുണം മോനുണ്ടാവുന്നൊരു കുറ്റമൊന്നല്ല ജീവൻ. അന്ന് ഞാൻ മാറി നിന്നതുകൊണ്ട് ശീതളിൻ്റെ കല്യാണം ശരിയായി. അവൾ വളരെ ഹാപ്പിയാണ്. എനിക്കത് മതി. എന്താ, അത് കാണാനുള്ള ഭാഗ്യമില്ല എന്നല്ലേ ഉള്ളൂ. പോയല്ലേ പറ്റും. സാരമില്ല. അവൾക്ക് ചെറുപ്പത്തിൽ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. തിയേറ്ററിൽ ഞാൻ തിരിച്ചു വരാതെ എവിടേക്കെങ്കിലും പോയാൽ മതി എന്നാ. എന്നെ പട്ടീനെ പോലെ തല്ലുമ്പോൾ ഞാൻ ആ കണ്ണിൽ കണ്ടതാ. പാറുനും ആ പഴയ കളിയാക്കി നോട്ടം തന്നെയാണ് ഓടായി വരാൻ പറഞ്ഞത്. അവള് മറ്റൊരാളെ സ്വന്തമാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരാളായിട്ട് വരാൻ അവള് വീണ്ടും പറഞ്ഞതുപോലെ തോന്നി. ഹായ്, എന്താ പേര്? ശിവൻ. എവിടെയാ സ്ഥലോ? അറിഞ്ഞിട്ടെന്തിനാ? മുമ്പ് ഇവിടെയൊന്നും കണ്ടിട്ടില്ലാലോ. എടി, ഞാനേ നമ്മളെ സംഘടനയുടെ സെക്രട്ടറിയാ. ഡി അല്ല, ഡാ. ഒന്ന് പോയേ. എന്തിനാ ദേഷ്യപ്പെടുന്നേ? ദൈവത്തിന്റെ പേരാണല്ലേ. ഭഗവാന്റെ അതേ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ. തനിക്കൊരു കാര്യം അറിയോ? നമ്മുടെ ദൈവങ്ങളൊക്കെ പുരുഷ ശരീരവും സ്ത്രീ മുഖവും അങ്ങനത് എങ്ങനെയാണെന്ന് തനിക്കറിയോ? എല്ലാത്തിനും അളവ് പോലുണ്ട്. നമ്മളല്ലേ യഥാർത്ഥ ദൈവത്തിന്റെ സൃഷ്ടികൾ. സ്ത്രീയും പൂർണ്ണതയല്ല, പുരുഷനും പൂർണ്ണതയല്ല. രണ്ട് സത്തും തിരിച്ചറിയുന്ന നമ്മളല്ലേ പൂർണ്ണരെ. ആ പറഞ്ഞത് എനിക്കിഷ്ടായി. നിന്നെക്കൊണ്ട് നടക്കും തോന്നുന്നുണ്ടോ? നിന്നെക്കൊണ്ട് പറ്റുമോ? എനിക്ക് പൈസ തരുന്നില്ലേ? നീ അത് നോക്കിയാ പോരെ. പിന്നെ വേറെ എന്താ നോക്കുന്നത്? എനിക്കത് മതി. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ പൈസ തരാതിരിക്കരുത്, അതാ. രേവതി ചേച്ചി, ഇന്ന് കളക്ഷൻ ഒന്നും ആയില്ലേ? ഇല്ലടാ, അതുകൊണ്ടല്ല ഇങ്ങനത്തൊക്കെ എടുത്തത്. ചേച്ചി, ഇവൻ പൊളിക്കൂട്ടോ. ഇതാണോ നിന്റെ പ്രശ്നം? നിനക്കൊന്നും പറഞ്ഞ പണിയല്ലടാ. ഞാൻ അപ്പോഴും പറഞ്ഞതല്ലേ. പൈസ നേരത്തെ വാങ്ങിയോണ്ട് പ്രശ്നമില്ല. ഞാൻ പോകുന്നു. വെറുതെ കുറേ സമയം കളഞ്ഞു. നീ ഒരു കേടാ. നീ പെണ്ണുങ്ങളടുത്ത് പോയിട്ട് കാര്യമില്ല.
വല്ല ആണുങ്ങളെടുത്ത് പോകുന്നത് നല്ലത്. രേവതിക്ക് സെന്റിമെന്റൽ പരിപാടിയൊന്നുമില്ല, എന്നാലും നീ വെച്ചോ. ആണും പെണ്ണും കെട്ട ജന്തു, നിനക്ക് പോയി ചത്തൂടെ? ഒന്നെങ്കിൽ ഞാൻ ആരുടെ കൂടി ഇറങ്ങിപ്പോണോ അതോ മരിക്കണോ? ഭഗവാന്റെ അതേ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ, അല്ലയോ പ്രഭു? ഞാൻ ഢങ്കൻ, അങ്ങയുടെ ഇഷ്ടപ്പെട്ട ഭൂതകൾ. ആജ്ഞാപിച്ചാലും പ്രഭു. പ്രഭു ആണുങ്ങളായാലും കരയാൻ പാടില്ലല്ലോ. ഇവളെ നോക്ക്, ഇവളോട് ചോദിച്ചു നോക്ക്, ഞാനൊരാണാണോന്ന്. ഞാനൊരാണാണ്. ഞാൻ തെളിയിച്ചില്ലേ ഞാനൊരാണാണെന്ന്. ഇനിയെങ്കിലും എന്നെ സ്വീകരിച്ചൂടെ? നിങ്ങൾക്ക് സമാധാനമായോ? നിങ്ങളാണ് ഇതൊക്കെ ചെയ്ത്. ഇവക്കും കുഴപ്പമുണ്ട്. മറ്റുള്ളവരെ വേദനയും വിഷമമൊന്നും ആർക്കും അറിയണ്ടാലോ. നമ്മളേറെ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ മനസ്സിലാക്കാതെ ടോർച്ചർ ചെയ്ത് തുടങ്ങിയാൽ അവരോടുള്ള ഇഷ്ടം അതൊക്കെ കുറഞ്ഞു വരും. പിന്നെയും അവരത് തുടർന്നാൽ നമ്മളെ മനസ്സിന്ന് മരിക്കും. എൻ്റെ മനസ്സിന്ന് മരിച്ച നിങ്ങൾ ജീവിച്ചിരിക്കാൻ അർഹതയില്ല. ഈ ചോരയുടെ മണം നീ എന്നിൽ അലിഞ്ഞു ചേരുന്ന പോലെയാണ്. എടി ഒന്ന് നിന്നെ എനിക്കിഷ്ടമാണ്. ഇഷ്ടമെന്ന് വെച്ചാൽ ഇഷ്ടം അത്രമാത്രം. പിന്നെ റൊമാൻറ്റിക്കായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല. നിന്നെ രാജകുമാരിയായി വായിക്കാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ രാജാവ് ജീവനുള്ളടുത്ത കാലം നീ ഒരു രാജ്ഞി തന്നെയായിരിക്കും. പിന്നെ ഇഷ്ടമെന്ന് മാത്രം പറയാ, അത് കേൾക്കാനാണ് എനിക്കിഷ്ടം. എടി ഒന്ന് നിന്നെ, എനിക്കിങ്ങനെ പറയാനാവും. കുറേ കഷ്ടപ്പെടുന്നു, എന്നെ കൊണ്ട് ഇങ്ങനെ പറ്റൂ. ആണായാൽ കരയാൻ പാടില്ലല്ലോ. നിനക്കൊരു രസം കാണിച്ചു തരട്ടെ. നിങ്ങൾ സൃഷ്ടിയും സ്ഥിതിയും നടത്തുമ്പോൾ ഞാനൊരു സംഹാരമെങ്കിലും നടത്തണ്ടേ? ഇല്ലാത്ത ലോകത്തേക്ക് നീ ശംഭോ. It's not for end, just beginning സംഹാര. ശിവ മോനെ. എന്താ മാഷേ? ശിവ എടാ മോനെ, മാഷേ ഹരിനെ യാത്ര അയക്കാൻ നിന്നെ അവിടേക്ക് വിളിക്കുന്നടാ. നിന്നോട് വേറൊരു കാര്യം കൂടെ പറയാനാടാ ഞാൻ വന്നു. നീ വേണം അവൻ്റെ ചിതയ്ക്ക് തീ കൊളുത്താൻ.
ഞാനോ ശരിയാവില്ല മാഷെ. എന്നാലേ അവന് മോക്ഷം കിട്ടൂടാ. അത് ഉണ്ണിക്കുട്ടനല്ലേ ചെയ്യേണ്ടത്, ഞാനല്ലല്ലോ. ഉണ്ണിക്കുട്ടനാണ് അത് ചെയ്യേണ്ടത്. ഇത് എൻ്റെ അഭിപ്രായമല്ല, നിന്റെ ദേവേടത്തിയുടെ അഭിപ്രായമാണ്. എല്ലാവരെക്കാളും ഹരിയെ അവർക്കല്ലേ അറിയൂ. ഉണ്ണിക്കുട്ടനോടും സംസാരിച്ചതാ. ഉണ്ണിക്കുട്ടാ, പാപ്പാ, എനിക്കെന്റെ അച്ഛനും മനസ്സിലാകും. കരയണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ചിരിക്കാൻ പറ്റും. പാപ്പനെ പോലെ ആവാതിരിക്കാൻ എന്നിങ്ങനെ വളർത്തത് കൊണ്ടാവാം. അച്ഛൻ്റെ മൂത്ത മകനായിരുന്നു പാപ്പൻ. സമയം വൈകി, വേഗം വരാൻ നോക്ക്. ഇനിയും വെച്ചോണ്ടിരിക്കാൻ വയ്യ. എന്ത്